ഇന്ന് ഉച്ചയ്ക്ക് ഞാനും മോളും നല്ലോണം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്ന് ഉറങ്ങി എണീക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരാക്കി വെക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ കിടക്കും കേട്ടോ. പിന്നെ അത് നേരാക്കുകയേ ചെയ്യൂല. എണീക്കുന്നതോട് കൂടിയിട്ടാണ് നേരാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നീറ്റായിട്ട് അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് തന്നെ അത് അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബെഡൊക്കെ നേരാക്കി കഴിഞ്ഞിട്ട് ഞാൻ മോൾക്ക് എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചെയ്തിട്ട് ഇപ്പോൾ ഷമാമ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മോൾക്ക് ഷമാമ കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് ജ്യൂസ് അടിച്ചിട്ട് കുറച്ചെടുത്തിട്ടുള്ളൂ. എനിക്ക് ഈ ഷമാമ വലിയ ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല, ഉമ്മാക്കും ഇഷ്ടമല്ല. ഉപ്പാക്ക് പിന്നെയും ഉപ്പാക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മോൾക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് മധുരം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഷമാമിൽ ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ നല്ലപോലെ ജ്യൂസാക്കിയിട്ട് ഓളെ ബോട്ടിലിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്പം തന്നെ ഞാൻ ഓളെ മേലെഴുകാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് കെറ്റിലിൽ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം അവൾക്ക് പനി ആയതുകൊണ്ട് തന്നെ രാവിലെ അവളെ കുളിപ്പിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈവനിങ് എന്നാൽ സുഖമായിട്ട് ഉറങ്ങാലോ എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓളെ മേലൊക്കെ കഴുകി ഓള് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ അവിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാക്ക് ഞാനിവിടെ ഹോർലിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ ചായയുടെ ഒരാളാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഹോർലിക്സും ചോദിക്കുമ്പോൾ ഞാൻ ഹോർലിക്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ ഇവിടെ എനിക്ക് അവിൽ നനച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിരകി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ നല്ലോണം കഴിക്കും ആ സാധനം. ശരിക്ക് ശർക്കര ഇട്ടിട്ടാണ് ഉണ്ടാക്കുക എന്നൊക്കെ പറയും. പക്ഷേ ഞാനിവിടെ പഞ്ചസാര ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മോള് കണ്ടപ്പോൾ ഇങ്ങനെ പിടിച്ച് മെല്ലെ ഇങ്ങനെ നടക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, മക്കളൊക്കെ എത്ര പെട്ടെന്നാണ് വലുതാവുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മോൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പൊതുവേ ഞാൻ നൈറ്റും ചോറ് തന്നെ കൊടുക്കൽ. അപ്പോൾ ഞാൻ ഇന്ന് അവൾക്ക് പനി ആയതുകൊണ്ടുള്ള അങ്ങനെ ചോറ് ഇപ്പോൾ കഴിക്കണില്ല. അപ്പോൾ ഞാൻ നവരരി ആട്ടോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ മീൻ പൊരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉച്ചക്കുള്ളത് അപ്പോൾ പൊരിക്കും, രാത്രിക്കുള്ളത് അപ്പോൾ പൊരിക്കും, അങ്ങനെ കേട്ടോ. ഫ്രഷ് ആയിട്ട് അങ്ങനെ പൊരിച്ചിട്ടാണ് ഇപ്പോൾ കഴിക്കാറ്. അങ്ങനെ മോൾക്ക് ഫുഡൊക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഓളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. മീൻ പൊരിച്ചത് മുരിങ്ങ അമ്മ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ മുരിങ്ങ തേങ്ങ അരച്ച് വെച്ചാൽ വലിയ ഇഷ്ടമല്ലാത്തൊരു കാര്യം കേട്ടോ. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ വേഗം വലിയ അടുക്കളയൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് പിന്നെ ചെറിയ അടുക്കളയിൽ വന്നിട്ട് അവിടുത്തെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് രാത്രി പാത്രങ്ങൾ കഴുകാതെ കിടന്നൊരു സമാധാനം കിട്ടൂല എന്ന സംഭവം ശരി തന്നെയാണ് കേട്ടോ. സത്യം തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് ഈ ഒരു ശീലം കിട്ടിയത് എൻ്റെ ഹസ്ബൻഡ് ഉമ്മാൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. കാരണം അവിടെ എന്ന് ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ അടുക്കളൊക്കെ നീറ്റാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അങ്ങനെ കണ്ടാട്ടോ. എൻ്റെ വീട്ടിൽ അങ്ങനെ എൻ്റെ ഉമ്മ ചെയ്യൂല എന്നല്ല പറയണത്. പക്ഷേ എന്തോ ഒന്നും കൂടി നമ്മൾ കല്യാണം കഴിയുമ്പോൾ ഒന്നും കൂടി മെച്ചൂർഡായിട്ട് എല്ലാതും ചെയ്യുകയൊക്കെ ചെയ്യുക. അങ്ങനെ പഠിഞ്ഞൊരു ശീലം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ്